الحمد لله الذي جعل الإسلام رحمة وعلما وعملا وإيمانا وأنزل إلينا خير كتبه وبعث لنا أفضل رسله وجعل البركة كلها في طاعته واتباع أمره والمحق والعقوبة في مخالفته وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله وصفيه وخليله بلغ الرسالة وأدى الأمانة ونصح الأمة وجاهد في الله حق جهاده صلى الله وسلم وبارك عليه وعلى آله وصحبه أجمعين وعلى من صار على دربهم إلى يوم الدين. أما بعد، إن أصدق الحديث كتاب الله وأحسن الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. واعبدوا الله ولا تشركوا به شيئا وبالوالدين إحسانا وبذي القربى واليتامى والمساكين والجار ذي القربى والجار الجنب والصاحب بالجنب وابن السبيل وما ملكت أيمانكم إن الله لا يحب من كان مختالا فخورا. اتقوا الله عباد الله، أوصيكم وإياي أولا بتقوى. സ്നേഹമുള്ള വിശ്വാസിനികളെ, റബ്ബുൽ ആലമീനായ അല്ലാഹുവെ ഭയപ്പെട്ട് അവന്റെ തീരുമാനങ്ങൾക്കും ഇഷ്ടങ്ങൾക്കും കീഴടങ്ങി മുത്തഖികളായി ജീവിക്കാൻ പരമാവധി ശ്രമിക്കണേ എന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മിപ്പിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മഹാനായ അബൂ ഹുറൈറയിലൂടെ നമുക്ക് നൽകിയ വളരെ സുപ്രധാന ഉപദേശങ്ങളിലൂടെയാണ് നമ്മൾ, വസിയ്യത്തുകളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. രണ്ട് വസിയ്യത്തുകൾ നമ്മൾ 2 ആഴ്ചകളിലായി മനസ്സിലാക്കി. അതിലൊന്നാമത്തെ വസിയ്യത്ത് വർദ ബിമാ വത്തഖിൽ മഹാരിമ തകുൻ അബദൻ നാസ്. നീ ഹറാമുകളെ സൂക്ഷിച്ചാൽ ജനങ്ങളിൽ ഏറ്റവും ഭക്തിയുള്ള ആളായി തീരും. രണ്ടാമത്തത് വർദ ബിമാ ഖസമല്ലാഹു ലക തകുൻ അഗ്നൻ നാസ്. അല്ലാഹു നിനക്ക് വീതിച്ചു നൽകിയതിൽ നീ തൃപ്തിപ്പെട്ടാൽ ജനങ്ങളിൽ നീ ഏറ്റവും സമ്പന്നനായി തീരും. മൂന്നാമത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് വഹ്സിൻ ഇലാ ജാരിക തകുൻ മുഅ്മിന. നീ നിന്റെ അയൽക്കാരനോട്, നിന്റെ നിരക്കരയോട് നീ നന്നായി പെരുമാറണം, എന്നാൽ നീ യഥാർത്ഥ വിശ്വാസിയാകും എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയപ്പെട്ടവരെ, ദുനിയാവിലെ 4 സൗഭാഗ്യങ്ങളിൽ ഒരു സൗഭാഗ്യമാണ് അല്ലാഹുവിന്റെ റസൂൽ എടുത്തു പറഞ്ഞ നല്ലൊരു അയൽക്കാരനെ ലഭിക്കുക എന്നത്. അവിടെ കാണാം ഹദീസിൽ വൽ ജാറുസ് സാലിഹ്, നല്ലൊരു അയൽക്കാരൻ എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഖുർആനിൽ ആരോടെല്ലാം നമ്മൾ നല്ലതുപോലെ വർത്തിക്കണം, നന്മ ചെയ്യണം എന്ന് പറഞ്ഞ കൂട്ടത്തിൽ അവിടെ വഅബ്ദുല്ലാഹ വലാ തുശ്രികൂ ബിഹി ശൈആ, അല്ലാഹുവേ നിങ്ങൾ ആരാധിക്കണേ, അവരോട് യാതൊന്നിനെയും പങ്കു ചേർക്കരുത്. വബിൽ വാലിദൈനി ഇഹ്സാന, മാതാപിതാക്കളോട് നിങ്ങൾ നല്ലത് ചെയ്യണം, നല്ലത് വർത്തിക്കണം. വബിദിൽ ഖുർബ, കുടുംബ ബന്ധമുള്ളവരോടും, വൽ യതാമ, അഗതികളോടും, വൽ മസാകീനി, അനാഥകളോടും അഗതികളോടും, വൽ ജാരിദിൽ ഖുർബ, കുടുംബ ബന്ധമുള്ള അയൽക്കാരോടും, വൽ ജാരിൽ ജുനുബി, അന്യരായ അയൽക്കാരോടും. ഇവിടെ വിശുദ്ധ ഖുർആൻ പറഞ്ഞ വാക്ക് വൽ ജാരിദിൽ ഖുർബ, കുടുംബ ബന്ധമുള്ള അയൽക്കാരോടും. രണ്ടാമത് പറഞ്ഞത് വൽ ജാരിദിൽ ഖുർബ, അന്യരായ അയൽക്കാരോടും. വൽ ജാരിൽ ജുനുബ്, അന്യരായ അയൽക്കാർ. ഇവിടെ മുഫസ്സിറുകൾ ഇതിനെ സംബന്ധിച്ച് വിവരിച്ചിട്ടുണ്ട്. ഒന്നാമതായി കുടുംബ ബന്ധമുള്ള അയൽക്കാർ.
മുഫസ്സിറുകൾ അധികം പേരും പറഞ്ഞത് അങ്ങനെയാണ്. വൽ ജാരിദിൽ ഖുർബ, അവിടെ ഹുവൽ ജാറുൽ മുസ്ലിം, മുസ്ലിമായ അയൽക്കാരൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. വൽ ജാരിൽ ജുനുബി, എന്നാൽ അകന്ന അയൽക്കാരൻ എന്ന് പറഞ്ഞാൽ കുടുംബ ബന്ധമില്ലാത്ത അയൽക്കാരൻ എന്ന് പറഞ്ഞാൽ ഹുവൽ ജാറുൽ കാഫിർ, അവിശ്വാസിയായ ഒരു അയൽക്കാരൻ എന്നാണ് അതിനെ സംബന്ധിച്ച് പറഞ്ഞതായി നമുക്ക് കാണാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, ആരാണ് അയൽവാസി, ആരാണ് നിരക്കരെ? ജാർ, ജീറാൻ എന്നൊക്കെയാണ് അറബിയിൽ അതിന് പറയുക. അയൽക്കാരൻ, അയൽവാസി. ഈ ഒരു പദത്തിന് പരസ്പര ബന്ധമുണ്ട്, കുറെ അർത്ഥതലങ്ങളുണ്ട്. ഇവിടെ അതിനെ സംബന്ധിച്ച് പണ്ഡിതന്മാർ പറഞ്ഞത് വല്ലതീ യുജാവിറു ബൈത്തുഹു ബൈതൻ, നിന്റെ അയൽക്കാരോട്, നിന്റെ വീടിനോട് തൊട്ടടുത്ത് നിൽക്കുന്ന, അല്ലെങ്കിൽ നിന്റെ വീടിന്റെ ഭിത്തിയോട് ചേർന്ന് നിൽക്കുന്ന ഇവരൊക്കെയും അയൽക്കാരുടെ കൂട്ടത്തിൽ പെടുമെന്നാണ് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അൽ ജാർ എന്ന് പറഞ്ഞാൽ അൻ നാസിർ എന്ന വാക്കിന്റെ അർത്ഥം. പറയുമ്പോൾ നമ്മൾ അയൽക്കാരെന്ന് പറയുമെങ്കിലും അഭയം നൽകുന്നവൻ, സഹായിക്കുക എന്നൊക്കെയാണ് വാക്കിന്റെ അർത്ഥമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ അയൽക്കാരെന്ന് പറയുമ്പോൾ മുസ്ലിങ്ങൾ മാത്രമാണോ അതിന്റെ പരിധിയിൽ വരുന്നത്? അല്ല. പിന്നെ വൽ ജാരിദിൽ ഖുർബ വൽ ജാരിൽ ജുനുബി വസ്സാഹിബി ബിൽ ജംബി, ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഹാഫിദ് ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മഹുല്ലാഹ് പറയുന്നത് മസ്മുൽ ജാരി യശ്മലുൽ മുസ്ലിമു വൽ കാഫിറു, അയൽവാസി എന്ന് പറഞ്ഞാൽ അതിൽ മുസ്ലിം അതിൽ ഉൾപ്പെടും, വൽ കാഫിറു, കാഫിറും ഉൾപ്പെടും, വൽ ആബിദു വൽ ഫാസിഖു, ഭക്തനും തമ്മാടിയും അതിൽ ഉൾപ്പെടും, വസ്സദീഖു വൽ അദുവു, ശത്രുവും മിത്രവും അതിൽ ഉൾപ്പെടും, വൽ ഗരീബു വൽ ബലദി, നാട്ടുകാരനും വിദേശിയും അതിൽ ഉൾപ്പെടും എന്നൊക്കെ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നോക്ക് പ്രവാചകൻ പറഞ്ഞ ആയത്തും പ്രവാചകൻ പറഞ്ഞ ഹദീസുകളുടെ വിശുദ്ധ ഖുർആന്റെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. എന്തായാലും ഏത് നിലക്കായിരുന്നാലും ഇവർക്ക് നമ്മൾ നൽകേണ്ട അവകാശങ്ങൾ, ഹക്ക് നൽകേണ്ടത് ബാധ്യതയാണ്. അയൽക്കാരുടെ ദൂരപരിധി എത്ര വീടിന്റെ ചുറ്റളവിൽ നമ്മുടെ അയൽക്കാരെന്ന് നമുക്ക് പറയാൻ കഴിയും? അതിനെ സംബന്ധിച്ച് ഒന്നാമതായി അലി റളിയല്ലാഹു അൻഹു പറയുന്നത് മൻ സമിഅൻ നിദാഅ ഫഹുവ ജാർ, വിളിച്ചാൽ കേൾക്കുന്ന ദൂരത്തിലുള്ളവൻ ആരാണെങ്കിൽ അതിന്റെ അയൽക്കാരനാണ്. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നത് ഹദ്ദുൽ ജിവാരി 40 ദാറൻ മിൻ കുല്ലി ജാനിബ്, നമ്മുടെ വീടിന്റെ മൊത്തം ചുറ്റളവ് നോക്കുമ്പോൾ 40 വീട് ഉണ്ടെങ്കിൽ അവരെല്ലാം ഈ പറഞ്ഞ അയൽക്കാരുടെ പട്ടികയിൽ പെടും എന്നാണ് കൃത്യമായി നമുക്ക് അവിടെ പറഞ്ഞു തന്നിട്ടുള്ളത്. നോക്ക് പ്രിയപ്പെട്ടവരെ, അയൽക്കാർ നമുക്ക് ഒരുപാടുണ്ട്. നമ്മുടെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവിടെ ഇടതും വലതും മുന്നിലും പിന്നിലും ഒക്കെ ആയിട്ട് അയൽക്കാരുണ്ടാവും. അപ്പൊ ആദ്യം ആരെ പരിഗണിക്കണം? അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു, യാ റസൂലല്ലാഹ് ഇന്നലി ദാറൈനി, എനിക്ക് 2 അയൽക്കാരുണ്ട്, അയൽവാസികളുണ്ട്. ഫഇല അയ്യുമാ ഉഹുദി, ഞാൻ ഹദിയ നൽകുമ്പോൾ ഇവരിൽ ആർക്കാണ് ആദ്യം നൽകേണ്ടത്? ആയിഷ റളിയല്ലാഹു അൻഹ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ്. റസൂൽ പറഞ്ഞു, ഇലാ അഖ്റബിഹിമാ മിൻകി ബാബൻ, നിന്റെ വാതിൽ, വീടിന്റെ വാതിൽ തുറന്ന് ഏറ്റവും നിന്റെ വാതിലിനോട് ചേർന്ന് നിൽക്കുന്ന ആ ആൾക്കാണ് അവിടെ ഹദിയ നൽകേണ്ടത്, അതിനാണ് പ്രാധാന്യം നൽകേണ്ടത്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബുഖാരി തന്റെ സ്വഹീഹിൽ ഉദ്ധരിച്ച ഒരു ഹദീസാണ്. പ്രിയപ്പെട്ടവരെ, അയൽക്കാരന്റെ പ്രാധാന്യം എന്താണ്? എങ്ങനെയൊക്കെ നാം അയൽക്കാരനോട് കടപ്പെട്ടിരിക്കുന്നു, എന്തൊക്കെ ബാധ്യതകളുണ്ട്, എത്രയേറെ ബാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കാൻ ഈ ഒരൊറ്റ ഹദീസ് മാത്രം മതി. അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായിട്ട് കേട്ടിട്ടുണ്ട്, മാ സാന ജിബ്രീൽ യുസീനി ബിൽ ജാർ, ജിബ്രീൽ എന്നോട് ഇങ്ങനെ അയൽക്കാരനെ പറ്റി, അയാളുടെ കാര്യത്തിൽ ശ്രദ്ധിക്കണമെന്ന കാര്യത്തിൽ ഇങ്ങനെ വസിയത്ത് ചെയ്തുകൊണ്ടേയിരുന്നു. ഹത്താ ലനന്തു അന്നഹു സയുവരിസുഹു, എത്രത്തോളം ഞാൻ മരിച്ചാൽ എന്റെ അനന്തര സ്വത്ത് അയൽക്കാരന് കൊടുക്കേണ്ടി വരുമോ എന്ന് ഞാൻ വിചാരിച്ചു പോയി. എങ്ങനെ അനന്തരാവകാശികളുടെ കൂട്ടത്തിൽപ്പെട്ടതല്ല അയൽക്കാരെന്ന് പറഞ്ഞാൽ. പക്ഷെ ജിബ്രീൽ അലൈഹിസ്സലാം എന്നോട് ഇങ്ങനെ അയൽക്കാരോടുള്ള കടപ്പാടുകളും ബാധ്യതകളും ഒക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നപ്പോൾ എനിക്ക് തോന്നി, അവസാനം പറയും, നിന്റെ അനന്തര സ്വത്തും കൂടി അവൻ നൽകണം എന്ന് പറയുമെന്ന് എനിക്ക് തോന്നിപ്പോയി എന്ന് ആര് പറയണം? മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞതായിട്ട് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. അപ്പൊ നോക്ക് പ്രിയപ്പെട്ടവരെ, അനന്തരാവകാശം എന്ന് പറയുമ്പോൾ രക്തബന്ധമുള്ള തന്റെ ബന്ധുവിനുള്ള എല്ലാറ്റിനുള്ള അവകാശം, ആ നിലയ്ക്കുള്ള അവകാശിയായി വരുമ്പോൾ എത്രത്തോളം നമ്മൾ അയൽക്കാരനോട് കടപ്പെട്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കാനാണ് ഈ ഹദീസ് ഞാൻ ഉദ്ധരിച്ചത്. അയൽക്കാരോടുള്ള പെരുമാറ്റ രീതികൾ, ബാധ്യതകൾ ശരിക്കും മനസ്സിരുത്തി പഠിച്ചാൽ
ഒരു പക്ഷേ ബന്ധുക്കളെക്കാൾ നമ്മൾ കടപ്പെട്ടവരായി. ആരോട്? അയൽക്കാരോട്, അല്ലെ? ഒന്നാമതായി തന്റെ അയൽക്കാരനെ താൻ അവരോട് പെരുമാറാൻ ഓക്കെയാണോ, നല്ലവനാണോ, ഇടപഴകാൻ പറ്റിയവനാണോ എന്ന് നമുക്ക് സ്വയം ബോധ്യപ്പെടണം. നമ്മൾ പറയുന്നത് അയൽക്കാരെ പറ്റിയാണ് നമ്മൾ പരാതി പറയുന്നത്. അവന് ശരിയല്ല, അവന്റെ ഇടപെടൽ ശരിയല്ല, ഇടപഴകുന്നത് ശരിയല്ല, പെരുമാറ്റം ശരിയല്ല എന്ന് പറയുന്നത് സ്വയം നമ്മളൊന്ന് ചിന്തിക്കണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, അതാണ് ഖൈറുൽ അസ്ഹാബി ഇൻദല്ലാഹി ഖൈറുഹും ലിസാഹിബി. നിങ്ങളിൽ ഏറ്റവും നല്ല കൂട്ടുകാരൻ തന്റെ കൂട്ടുകാരനോട്, സുഹൃത്തിനോട് ഏറ്റവും നല്ല നിലയിൽ വർത്തിക്കുന്നവനാണ്. വഖൈറുൽ ജീറാനി ഇൻദല്ലാഹി ഖൈറുഹും ലിജാരിഹി. അയൽക്കാരിൽ ഏറ്റവും നല്ല അയൽക്കാരൻ തന്റെ അയൽവാസിയോട് ഏറ്റവും നല്ല നിലയിൽ പെരുമാറുന്നവനാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അയൽവാസിക്ക് തന്നെ കൊണ്ട് മതിപ്പുണ്ടാകും, നമ്മളെ കുറിച്ച് നല്ലൊരു വിചാരം ഉണ്ടാകും. നമുക്കൊരു അയൽക്കാരനുണ്ട്, മറ്റുള്ള അയൽക്കാരൊക്കെ അവരുടെ ഉപദ്രവങ്ങളും അവരുടെ പ്രയാസങ്ങളൊക്കെ എന്ന് പറയുമ്പോൾ നമ്മളെ പറ്റി ആളുകൾ പറയണം നമുക്കൊരു അയൽക്കാരനുണ്ട്, ഒരു പ്രശ്നവും ഇല്ല എന്ന് പറയിപ്പിക്കാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ സാധിച്ചാൽ എന്താ ഗുണം? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇദാ അഹബ്ബല്ലാഹു അബ്ദൻ, അല്ലാഹു ഒരാളെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അസലഹു, അവനെ അസലാക്കും. സ്വഹാബികൾ ചോദിച്ചു, എന്താ അസൽ എന്ന് പറഞ്ഞാൽ എന്താണ്? റസൂൽ പറഞ്ഞു, യുവഫ്ഫിഖു ലഹു അമലൻ സാലിഹൻ ബൈന യദൈ അജലിഹി. അവരെ ആ അയൽക്കാരന്റെ മുന്നിൽ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള അവസരം അല്ലാഹു കൊടുക്കുമ്പോൾ ഹത്താ യർദ അൻഹു ജീറാനു, ആ അയൽക്കാരന് തന്നെ പറ്റി മതിപ്പുണ്ടാകും, നല്ല മനുഷ്യനാണ്, ഒന്നും പറയാനില്ല, ആൾ വളരെ ഡീസന്റാണ് എന്നിങ്ങനെ അവസ്ഥ അള്ളാഹു ഉണ്ടാക്കി കൊടുക്കുമ്പോൾ, അപ്പൊ അള്ളാഹു നമ്മെ ഇഷ്ടപ്പെടുന്നതിന് തെളിവാണ് അയൽക്കാരൻ നമ്മെ പറ്റി തൃപ്തിപ്പെടുന്നത് എന്ന് മനസ്സിലാക്കണം. ഇവിടെ നോക്കി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്കില്ലേ, ഖറത്തുൽ അഹ്സിൻ ഇലാ ജാരിക തകുൻ മുഅ്മിന. നീ നിന്റെ അയൽക്കാരനോട് നല്ല നിലയിൽ, അതായത് ലാ യുമിനു അഹദുക്കും, നിങ്ങൾ ഒരാളും യഥാർത്ഥ വിശ്വാസിയാവുകയില്ല. അവൻ ആരെങ്കിലും യഥാർത്ഥ വിശ്വാസിയാണെങ്കിൽ അയൽക്കാരനെ ആദരിക്കട്ടെ, ബഹുമാനിക്കട്ടെ എന്നുള്ള റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. എങ്കിലും നമ്മുടെ ഈമാൻ ശരിയാവും. നമ്മൾ മുഅ്മിൻ ആകണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മുടെ വീട്ടുകാരോ നമ്മുടെ ബന്ധുക്കളോട് ഒക്കെ നല്ല നിലയിൽ വർത്തിക്കുന്നു, അവരോട് ഉള്ള കടപ്പാടുകളൊക്കെ നമ്മൾ നിർവഹിക്കുന്നു. പക്ഷെ അയൽക്കാരനോട് മോശമായാൽ നമ്മുടെ ഈമാൻ പൂർത്തിയായിട്ടില്ല. അതാണ് ഇവിടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. നോക്കൂ, അയൽക്കാരനായാൽ മാത്രം പോരാ, ക്ഷമിക്കാനും പൊറുക്കാനും നമുക്ക് ശീലിക്കാൻ സാധിക്കണമെന്നാണ് നമ്മൾ മനസ്സിലാക്കിയത്. ക്ഷമിക്കണം, നമ്മളെ അവർ സഹിക്കുന്നില്ലേ? എത്ര കൊല്ലമായി നമ്മൾ സഹിക്കുന്നു നമ്മുടെ അയൽക്കാർ? എപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ? അവരെ പറ്റി മാത്രം പരാതി പറയുമ്പോൾ നമ്മളെ പറ്റി അവർ എത്ര പറയുന്നുണ്ടാവും? നേരിട്ട് പറഞ്ഞില്ലെങ്കിലും അവരുടെ മനസ്സിൽ എന്തൊക്കെ ഉണ്ടാവുമെന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? ഒന്ന് കൃത്യമായി ശ്രദ്ധിക്കണേ. റസൂൽ പറയും, റജുലുൻ കാന ലഹു സാറു സൂഇ യുദി. ഒരാൾ അയൽക്കാരൻ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നു ഈ മനുഷ്യൻ. പക്ഷെ ഇയാൾ മറുത്തൊന്നും പറയാതെ, പകരമൊന്നും ചെയ്യാതെ, പ്രതികാര നടപടി എടുക്കാതെ ഇയാൾ അയാൾ ചെയ്യുന്ന ദ്രോഹമെല്ലാം ക്ഷമിച്ചു. അത് ചെയ്താൽ ഒന്നുകിൽ അയാളെ ഉപദ്രവത്തിൽ നിന്നും അള്ളാഹ് ഇയാളെ രക്ഷിക്കും. അതെങ്ങനെ? ഒന്നുകിൽ ഇയാളെ മരിപ്പിക്കും, അല്ലെങ്കിൽ റസൂൽ പറഞ്ഞ ഹയാത്തിൻ, നല്ലൊരു ജീവനം അള്ളാഹ് കൊടുക്കും എന്ന് പറഞ്ഞാൽ ആ ഉപദ്രവം ഇല്ലാത്ത രീതിയിൽ പിന്നീട് മാറും എന്നാണ് പറഞ്ഞത്. അതാണ് അവിടെ പറഞ്ഞത്, നോക്ക്, നീ വിട്ടുവീഴ്ച കൊണ്ട്, ഏറ്റവും നല്ലത് കൊണ്ട് തിന്മയെ നീ പ്രതിരോധിക്കേ. അടിക്കു പകരം അടി, തെറിക്ക് പകരം തെറി, കുത്തിന് പകരം കുത്ത്, ചവിട്ടിനു പകരം ചവിട്ട് കൊടുക്കാതെ നിന്നെ ഉപദ്രവിക്കുമ്പോ നീ ഏറ്റവും നല്ലത് കൊണ്ട് നീ പ്രതിരോധിക്കുമ്പോ നീയും ആരും തമ്മിൽ കഠിനമായ ശത്രുതയുണ്ടോ? അവൻ നിന്റെ ഉറ്റ സുഹൃത്തിനെ പോലെയാകും, ഇന്റിമേറ്റ് ഫ്രണ്ടിനെ പോലെയാകും. അതുവരെ നമുക്ക് ക്ഷമ വേണമെന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അല്ലേ? ഇനി എങ്ങനെയൊക്കെയാണ് നാം കടപ്പെട്ടിരിക്കുന്നത് നമ്മുടെ അയൽക്കാരോട്? നമ്മുടെ അയൽക്കാരോട് നാം എങ്ങനെയൊക്കെ കടപ്പെട്ടിരിക്കുന്നു എന്ന് നമുക്ക് ചിന്തിച്ചു നോക്കി. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, ഒരാളെ വീടിന്റെ ഒരു തൂണ് മറ്റൊരാളെ ഭിത്തിയോട് ചേർത്ത് വെക്കുന്നത് ഇഷ്ടപ്പെടാത്ത ആളുകളുണ്ടെങ്കിൽ അവൻ അയൽക്കാരനെ വെറുക്കുന്നു എന്ന്.
ഒരു ആവശ്യത്തിന് വേണ്ടി നമ്മുടെ മതിലിന് നേരെ ചേർത്ത് അയാളുടെ ഒരു തടി അല്ലെങ്കിൽ ഒരു മരം ചേർത്ത് വെക്കുന്നത്, എന്തെങ്കിലും ഒരു സാധനം ചേർത്ത് വെക്കുന്നത് അത് ഇഷ്ടപ്പെടാത്തവൻ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നോക്ക്, അബൂ ഹുറൈറ പറഞ്ഞു, മാലി അറാക്കും അന്നാ മുഅ്രിദീൻ. ഈ അയൽക്കാരുടെ കാര്യം പറയുമ്പോൾ നിങ്ങൾക്ക് എന്താ, നിങ്ങളുടെ മനസ്സിന്റെ ഓർമ്മ വരുന്നാവും, ഓ എന്റെ അയൽവാസി, അയാളെ പറ്റി പറയാതിരിക്കാൻ ഭേദം എന്ന് നിങ്ങളുടെ മനസ്സിൽ വരും. എന്തുകൊണ്ട് നിങ്ങൾ പിന്തിരിഞ്ഞു കളയുന്നു? വല്ലാഹി അർമിയന്ന ബിഹാ ബൈന അത്താഫിക്കും. ഈ കാര്യം ഞാൻ നിങ്ങളുടെ മേൽ വെച്ച് കെട്ടുകയാണ്, നിങ്ങൾ ഗൗരവമായി ചിന്തിക്കണം എന്ന് പറയാണ്. ആര്? മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ ഹുറൈറ ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്കത് കാണാൻ കഴിയുമെന്നാണ്. എന്തുകൊണ്ട് നിങ്ങൾ അതിന് പിന്തിരിഞ്ഞു കളയുന്നു? അയൽക്കാരനോട് അവന്റെ മതിലൊന്നും അവന്റെ ശരി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മുടെ മരം, മുറ്റത്ത് നിൽക്കുന്ന മരം അയൽക്കാരന്റെ വീട്ടിലേക്ക് പോയി അതിൽ നിലകൾ വീണ് അവന് പ്രയാസം ഉണ്ടാക്കുന്നു, അതിന്റെ കൊമ്പുകൾ വീണു അതിന് പ്രയാസം ഉണ്ടാക്കുന്നു. അത് വളരെ ശ്രദ്ധിക്കണം. ഒരു അയൽക്കാരന് പ്രയാസം ഉണ്ടാക്കാൻ പാടില്ല. ഇനി ഉണ്ടായി പോയാൽ അതിന് രമ്യമായി പരിഹരിക്കാൻ നമുക്ക് സാധിക്കണം. അതിന്റെ പേരിൽ ഒരു വിദ്വേഷം അയൽക്കാരുമായി ഉണ്ടാകാൻ പാടില്ല. അതാണ് പറഞ്ഞതിന്റെ സാരം എന്ന് നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അയൽക്കാരന്റെ പട്ടിണിയും പരിവട്ടവും അറിയുന്നവരെ മുഅ്മിനാകാൻ യോഗ്യതയുള്ളൂ. താനും തന്റെ കുടുംബവും തന്റെ വീട്ടുകാരും അതിന്റെ അപ്പുറത്ത് അങ്ങനത്തെ അവസ്ഥയിലേക്ക് മാറിപ്പോയില്ലേ? പണ്ടൊക്കെ പോലെയാണോ? പണ്ട് ഇവിടുന്ന് അയൽ വീട്ടിലേക്ക് പോകാൻ നമുക്ക് മതിലുകൾ തടസ്സമില്ല. ഇന്ന് വീടിനേക്കാളും വലിയ മതിലുകൾ തീർത്ത് നമ്മൾ അതിനുള്ളിൽ ഒതുങ്ങിപ്പോയിരിക്കുകയാണ്. അയൽപക്കത്ത് എന്ത് സംഭവിച്ചാലും നമ്മൾ അറിയുന്നേയില്ല. ചിലപ്പോഴൊക്കെ പറയും അറിയാതിരിക്കണം നല്ലത്, പക്ഷെ അറിയേണ്ടത് നമ്മൾ അറിയണ്ടേ? അവനൊരു പ്രയാസം വന്നാൽ, അവനൊരു ബുദ്ധിമുട്ട് വന്നാൽ ഓടി സഹായിക്കേണ്ട ഒരു ബാധ്യത നമുക്കില്ലേ പ്രിയപ്പെട്ടവരെ? അത് നമ്മൾ ഗൗരവമായി ചിന്തിക്കണം. ഇവിടെ റസൂൽ പറഞ്ഞു, ആരെങ്കിലും വിശ്വസിക്കുന്നുവെങ്കിൽ അവൻ അറിഞ്ഞുകൊണ്ട് തന്റെ അയൽക്കാരൻ പട്ടിണി കിടക്കുന്നത് അവൻ എണ്ണിൽപ്പെട്ടവൻ എന്നാണ് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രത്യേകിച്ച് സഹോദരിമാരോട് പ്രത്യേകം പറയാനുള്ളത്, അയൽ വീട്ടിൽ നിന്നൊക്കെ ഭക്ഷണം കൊണ്ടുവരും. ഇഷ്ടം കൊണ്ടാണ് കൊണ്ടുവരിക, അല്ലെ? ആയിക്കോട്ടെ, ഭക്ഷണം അല്ലാത്ത സാധനങ്ങൾ വളരെ നിസാരമാണെങ്കിൽ പോലും എന്ത് ചെയ്യരുത്? അതിനെ നിസാരമായി കാണരുത്. ചെറുതല്ലേ, ഓ ഇതൊക്കെ നമ്മളത്ര കണ്ടതാ, ഇതൊക്കെ നമ്മുടെ വീട്ടിലില്ലേ എന്ന് ചിന്തിക്കാതെ കൊണ്ടുവരുന്ന ഹദിയ സ്വീകരിക്കണം. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്തുകൊണ്ട് യാ നിസാഅൽ മുസ്ലിമാത്ത്, ഹേ മുസ്ലിം വനിതകളെ, പെണ്ണുങ്ങളെ, ലാ തഹ്കിറന്ന ജാറത്തുൽ ലിദാറത്തിഹാ, ഒരു അയൽക്കാരി മറ്റൊരു അയൽക്കാരി കൊണ്ടുവന്നതിനെ നിസാരമായി കാണരുത്. വലൗ ഫിർസിന ഷാത്തിൻ, ഒരു ആണിന്റെ കുറവ് എന്ന് പറയും, ആണിന്റെ കാലിന്റെ ഭാഗം പീസാണ്, ചിലപ്പോൾ മാംസമൊന്നും ഉണ്ടാകില്ല, അതാണ് കൊണ്ടുവരുന്നതെങ്കിലും അത് നിസാരമായി കാണല്ലേ, അത് നിന്ദ്യമായി കാണല്ലേ. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമുണ്ട്. ഭക്ഷണം കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയമുണ്ട്. പഴയ ഭക്ഷണം വീട്ടിൽ നമ്മൾ തിന്നതിന്റെ ബാക്കി വന്നത് അത് തിന്നാനുള്ളവരല്ല അയൽക്കാർ, അത് ശ്രദ്ധിക്കണം. അങ്ങനെയാണ് ചില ആളുകൾ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ നമ്മൾ നമ്മളെപ്പോലെ അവരെ കാണുന്നെങ്കിൽ ആ സമയത്ത് തന്നെ ചൂടോടെ കൊടുക്കുക. ഇതെല്ലാം ആവശ്യമില്ല കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോ രാത്രി ആയപ്പോ ബാക്കി വന്നപ്പോ അത് കൊടുക്കരുത്. അപ്പൊ അപമാനിക്കലാണ്, അത് അയൽക്കാരെ നിന്ദിക്കലാണ്. അത് പാടില്ല. അത് ഗൗരവമായി നമ്മൾ ചിന്തിക്കണം. ഇനി പ്രിയപ്പെട്ടവരെ ഒന്ന് ചിന്തിച്ച്, എങ്ങനെയായിരുന്നു അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തും അയൽക്കാരോട് പെരുമാറിയത്? ചിന്തിച്ചു നോക്ക്, അല്ലേ? അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നോക്ക്, അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹു പറയാണ്, അന്നഹു ദബഹ ശാത്തൻ, അല്ലാഹുവിന്റെ റസൂൽ ഒരു ആടിനെ അറുത്തു. അപ്പോൾ റസൂൽ ചോദിക്കുകയാണ്, ശ്രദ്ധിച്ചു കേൾക്കണേ, അഹദൈതും ലിജാനി അൽ യഹൂദി, എന്റെ അയൽക്കാരനായ ജൂതനെ ഹദിയ കൊടുത്തോ? ഏത് അറവ്, ആ മാംസത്തിന്റെ ഒരു വിഹിതം എന്റെ അയൽക്കാരനായ യഹൂദിക്ക് കൊടുത്തോ? ഫൈനി സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് കേട്ടിട്ടുണ്ട്. മാസാല ജിബ്രീൽ യൂസിനി ബിൽജ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നോക്ക്, ജിബ്രീൽ എന്നോട് വസിയത്ത് ചെയ്തുകൊണ്ടേയിരുന്നു. നേരത്തെ പറഞ്ഞ ഹദീസ്, അനന്തര സ്വത്ത് അയാൾക്ക് കൊടുക്കേണ്ടി വരുമോ എന്ന് ഞാൻ ചിന്തിച്ചു പോകുന്ന തരത്തിൽ. കണ്ടോ, ഇവിടെ അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹു പറയാണ്, വഉലാമുഹു യസ്ലുഹു ഷാത്തൻ, തന്റെ മകൻ ഒരു ആടിനെ അറുത്ത് ആടിന്റെ തോൽ ഇങ്ങനെ ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ മകനെ വിളിച്ചു പറയാണ്, യാ ഗുലാം, മകനെ, ഇദാ ഫറഗത ഫബ്ദ, ആടിനെ തോലൊക്കെ അറുത്ത് നീ പീസാക്കി കഴിഞ്ഞാൽ ഫബ്ദ ബിജാരിൽ യഹൂദി, തുടങ്ങേണ്ടത് എവിടെന്നാ? യഹൂദിയായ ആ അയൽവാസിയെ കൊണ്ട്, അവനെ കൊണ്ട് ഇത് തുടങ്ങണം. അവിടെ മുസ്ലിങ്ങൾ പോലെ ഉണ്ട്. അതെന്തിനാ? അവിടെയാണ് മനസ്സിലാക്കേണ്ടത്. ഇന്ന് വർഗീയത ഏറെ കത്തി നിൽക്കുന്ന ഒരു അവസ്ഥ, ഒരു സാഹചര്യമാണ് പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ.
ഇല്ലേ? അങ്ങനെ ചിന്തിക്കുന്നവരാ. ഒരു മുസ്ലിമിനെ കാണുമ്പോൾ അമുസ്ലിമിന് ചോര തിളയ്ക്കുന്നുണ്ട്. ഒരു അമുസ്ലിമിനെ കാണുമ്പോൾ തന്നെ മുസ്ലിമിന് ചോര തിളയ്ക്കുന്നുവെങ്കിൽ വളരെ ഗൗരവമായി അവിടെ ആലോചിക്കണം. റസൂൽ പറയാണ്, ആടിനെ അറുത്ത് മാംസം വിതരണം ചെയ്യുമ്പോൾ തുടങ്ങേണ്ടത് യഹൂദിക്ക് ആദ്യം കൊടുത്തുകൊണ്ടാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോ ഇത് കേട്ടപ്പോ നമ്മളൊക്കെ വിചാരിക്കുന്ന പോലെ ഒരാൾ കൂട്ടത്തിൽ എണീറ്റ് ചോദിക്കുകയാണ്, യഹൂദി ജൂതന് കൊടുക്കണോ റസൂലേ? ഇങ്ങനെ ജൂതന് കൊടുക്കണോ? അപ്പൊ അസ്ലഹക്കല്ലാഹ് യഹൂദി, അതെ ജൂതന് അല്ലാഹ് നിന്നെ നന്നാക്കട്ടെ, നിന്റെ വിചാരം ശരിയായില്ല എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുത്തി കൊടുക്കുക. എന്നിട്ട് ഇനി സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നോക്കുന്നതാണ് സഹാബത്ത്. ഇങ്ങനെയാണ് അള്ളാഹുവിന്റെ റസൂൽ എന്നൊരു കാര്യം പഠിച്ചു കഴിഞ്ഞിട്ട് അതെങ്ങനെ പ്രാവർത്തികമാക്കണമെന്ന് നമ്മൾ പറഞ്ഞു തരാണ്. തിയറിക്കലായി നമ്മൾ പഠിച്ചു വെക്കും, പുസ്തകത്തിലേ ഉണ്ടാവും, നമ്മുടെ പുസ്തകത്തിലില്ല. എന്തോ അതുകൊണ്ടാണ് നമുക്ക് അയൽക്കാരൻ ആരാണെന്ന് നമുക്ക് മനസ്സിലാകാത്തത്. ഇവിടെ വിഷയം ഇവിടെ സഹാബികൾ റസൂലിന്റെ ഹദീസ് പഠിച്ചു, അത് കേട്ടവരുടെ ഓർമ്മയിൽ വെച്ചു, അവരുടെ ജീവിതത്തിൽ അവർ പകർത്തി നമുക്ക് കാണിച്ചു തന്നു. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലേ? എത്രത്തോളം എന്നാൽ ഹസൻ ബസരി പറയാണ്, അന്നഹു കാന ലാ യറാ ബഅസൻ അൻ തുതിമ ജാറകൽ യഹൂദി വൻ നസ്റാനി മിൻ ഉദഹിയതിക. നീ ഉദഹിയത വരുന്നാൽ അതിന്റെ മാംസം നീ യഹൂദിക്കും നസ്റാനിക്കും കൊടുക്കുന്നതിന് തകരാറില്ല കണ്ടോ. എന്നാൽ ഫിത്ർ സക്കാത്ത് മുസ്ലിങ്ങൾക്ക് കൊടുക്കാൻ പാടില്ല. അത് വേറെ വകുപ്പ് നിയമം വേറെ, അത് മുസ്ലിങ്ങൾക്ക് മാത്രമേ ഫിത്ർ സക്കാത്ത് കൊടുക്കാൻ പാടുള്ളൂ. എന്നാൽ ഉദഹിയത്തിന്റെ മാംസം അവർക്ക് കൊടുക്കുന്നതിൽ എന്തുകൊണ്ട് തെറ്റില്ല. അതങ്ങനെ തന്നെയാണ് അള്ളാഹു റസൂലും സ്വഹാബത്തും ഒക്കെയും മനസ്സിലാക്കിയ ഒരു കാര്യം. അയൽക്കാർ തമ്മിൽ, മക്കൾ തമ്മിൽ പ്രശ്നങ്ങൾ സ്വാഭാവികമാണ് അല്ലേ? ആണ്. വലിയവർ തമ്മിൽ പ്രശ്നം ഉണ്ടാവില്ല. പക്ഷെ കുട്ടികൾ തമ്മിലുള്ള ഒരു കശപിശ കൂടുമ്പോൾ, അവർ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അത് മുതിർന്ന ആളുകൾ ഏറ്റെടുത്ത് അതിന്റെ പേരിലാണല്ലോ പലപ്പോഴും അയൽക്കാർ തമ്മിൽ തെറ്റുന്നത്, പിണങ്ങുന്നത് അല്ലേ? ആണ്. ഒരു സംഭവം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത്, ഹസൻ ബസരിയോട് ഒരാൾ വന്ന് പറയാണ്, എന്റെ അയൽക്കാരനായ ആളായിരുന്നു, ശ്രദ്ധിച്ച് കേൾക്കണം നിങ്ങൾ, എന്റെ അയൽക്കാരനായ ആൾ എന്നോട് വന്ന് പരാതി പറയാണ്, എന്റെ മകൻ എന്തോ അയാളോട് ഇഷ്ടമില്ലാത്തത് ചെയ്തു. എന്താണ്? ഹസൻ ബസരിയോട് പറയാണ്, ഒരാൾ വന്ന് പറയാണ്, ഇന്നാലിന്നാളുടെ മകൻ, അയാളുടെ മകൻ അയാളോട് എന്തോ ചെയ്തു എന്നൊരു പരാതി എന്നോടൊന്ന് പറയാം. വല്ല ഗുലാമ യുൻകിറു ദാലിക. പക്ഷെ ഞാനത് എന്റെ മകനോട് ചോദിച്ചു, മകൻ പറഞ്ഞു ഇല്ല, ഞാൻ ചെയ്തിട്ടില്ല. മകൻ പറഞ്ഞു ചെയ്തിട്ടില്ല. അപ്പൊ ഞാനൊന്ന് അടിക്കാൻ വിചാരിച്ചു. പക്ഷേ നിരപരാധിയാണെങ്കിലോ, ഞാൻ അവനെ ശിക്ഷിച്ചാൽ അവൻ നിരപരാധിയാണെങ്കിലോ, എന്നാലോ അവനെ വെറുതെ ശിക്ഷിക്കാതെ പണിഷ്മെന്റ് നൽകാതെ വിട്ടാൽ എന്റെ അയൽക്കാരൻ എന്നെ ആക്ഷേപിക്കുകയും ചെയ്യും. ഞാൻ എന്താ ചെയ്യേണ്ടത്? ഈ ഒരു സമസ്യയിലൂടെ നമ്മൾ പലപ്പോഴും കടന്നു പോകുന്ന ആളുകളാണ് അല്ലേ? ഇങ്ങനത്തെ പ്രശ്നം ഉണ്ടാകുമ്പോൾ നമ്മളെന്താ തീരുമാനം എടുക്കാം? ഒരാൾ പരാതി പറയാം, നിങ്ങളുടെ മകൻ എന്നോട് ഇങ്ങനെ കാണിച്ചു എന്ന് പറയുമ്പോൾ നമ്മുടെ തീരുമാനം എടുക്കും. അതിനുള്ള പരിഹാരമാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പൊ പറഞ്ഞു, ഇന്ന ഗുലാമക ലഅല്ലഹു യുഹദിസ ഹദതൻ. ചിലപ്പോൾ നിന്റെ മകൻ അതവ് പഠിപ്പിക്കേണ്ട എന്തോ, കൃത്യമായി മര്യാദ പഠിപ്പിക്കേണ്ട കാര്യത്തിൽ എന്തോ ഒരു വീഴ്ച വരുത്തിയിട്ടുണ്ട്, എന്തോ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോ അവന്റെ കാര്യത്തിൽ എപ്പോഴും കെയർ ആകുക എന്ന് പറഞ്ഞാൽ തെറ്റ് ചെയ്തു എന്ന് പറയുമ്പോ തന്നെ അപ്പൊ തന്നെ അവനെ നീ ശിക്ഷിക്കാൻ നിൽക്കരുത്, അപ്പൊ തന്നെ ശിക്ഷിക്കരുത്. അതൊന്ന് നോട്ട് ചെയ്യണം. ഒരു പരാതി വന്നല്ലോ, നോട്ട് ചെയ്യണം. എന്നിട്ട് നിന്റെ അയൽക്കാരൻ നിന്റെ മകനെ പറ്റി ഇങ്ങനെ പറഞ്ഞാൽ അവന്റെ മുന്നിൽ വെച്ച് തന്നെ എന്ത് ചെയ്യണം? നിന്റെ മകനെ നിശാസിക്കണം, പറയണം. അടിക്കാനല്ല, അതിനെ ഉപദേശിക്കണം. അപ്പൊ എന്താ രണ്ട് കാര്യങ്ങൾ? തക്കൂനക്കഥ അർലൈത്തജാറും, നിന്റെ അയൽക്കാരത് കാണുമ്പോ അയാൾ മകനെ ശാസിച്ചു, അവനെ വാണിംഗ് കൊടുത്തു എന്ന് അയാൾക്കും സന്തോഷമാകും, നിന്റെ മകനും സന്തോഷമാകും. കാര്യം എന്താ? അവനെ തല്ലിയില്ലല്ലോ എന്ന സന്തോഷവും കൂടിയാകും. നല്ലൊരു പരിഹാരമാണ് നമുക്ക് കൃത്യമായിട്ട് തന്നെ പറഞ്ഞു തരുന്നത്. നോക്ക്, ഇവിടെ മനസ്സിലാക്കേണ്ടത് വളരെ ഗൗരവമായി അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തന്ന കാര്യങ്ങൾ. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാനൊരു നല്ല അയൽക്കാരനാണെന്ന് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവിടെ ഗസാലി റഹ്മത്തുള്ളാഹി നൽകുന്ന ഉപദേശങ്ങൾ, വളരെ പ്രധാനപ്പെട്ട ഉപദേശങ്ങൾ. ഒന്ന്, അയൽക്കാരന്റെ പ്രയാസങ്ങൾ മാറ്റി കൊടുക്കണം, അവന്റെ ബുദ്ധിമുട്ടുകൾ നമ്മൾ സഹിക്കണം. അതാണ് പറഞ്ഞത്. അവിടെ പറഞ്ഞവരായ വെറും അവന്റെ പ്രയാസങ്ങൾ സഹിച്ചാൽ മാത്രം പോരാ, അവനോട് നല്ല നിലയിൽ പെരുമാറണം, മൃദുവായി പെരുമാറണം. എന്നിട്ട് പറഞ്ഞത്, സലാം നീ ആദ്യം പറയണം അവനോട്, ഒരുപാട് സംസാരിച്ച് നിൽക്കരുത്.
സംസാര പ്രിയന്മാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, യുക്തിയിൽ കരാം, അയൽക്കാരനല്ലേ നമ്മൾ എപ്പോഴും കാണുന്നതിന് കിട്ടിയാ പിടിച്ച് പിഴിയിക്കണം ചില ആളുകളുണ്ട്, സംസാരിച്ച് കൊന്നു എന്ന് പറഞ്ഞാൽ ഒന്നാ ചില ആളുകളുണ്ട് വർത്താനം പറഞ്ഞു പോയ റബ്ബേ പെട്ടല്ല എങ്ങനെ ഞാൻ ഇവിടുന്ന് കഴിച്ചിലാവുമെന്ന് ചിന്തിച്ചു നടക്കുന്ന ചില ആളുകൾ. ആ രീതിയിൽ നമ്മൾ ആളുകളോട് സംസാരിക്കരുത്, ആവശ്യത്തിന് മാത്രം സംസാരിക്കാവൂ. അയൽക്കാരനോട് പോലും വന്നാ പറഞ്ഞത് അയാൾ പറയാൻ മടിക്കുന്നുവെങ്കിൽ ഇങ്ങനെ കുത്തി ചോദിക്കുന്ന ചില ആളുകളുണ്ട്. അയാളോട് നമ്മൾ ചോദിച്ചതിന് മാത്രം അയാൾ ഉത്തരം പറഞ്ഞു. പിന്നീട് അയാളുടെ അവസ്ഥ എന്താ, കുടുംബത്തിന്റെ അവസ്ഥ എന്താ, എന്താ കാര്യം എന്തായി എന്നിങ്ങനെ ഇങ്ങനെ കൊളുത്തി ചോദിക്കാൻ നമ്മൾ എന്ത് ചെയ്ത് നിൽക്കലും. അയാൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നമ്മളോട് അയാൾ പറയുമോ ഇല്ലയോ? പറയും. പിന്നെ ഇങ്ങനെ ഇളക്കി ചോദിച്ചുകൊണ്ടിരിക്കരുത്. അത് അയാളെ പ്രയാസപ്പെടുത്തലാണ്. അയാൾ രോഗിയായ സന്ദർശിക്കാൻ നമുക്ക് സാധിക്കണം. അയാൾക്ക് എന്തെങ്കിലും പ്രയാസമുണ്ടായാൽ അതിൽ നമ്മൾ അനുശോചിക്കണം, ഖേദം രേഖപ്പെടുത്തണം. പ്രയാസമുണ്ടാകുമ്പോൾ അയാളെ കൂടെ നിൽക്കണം, സന്തോഷമുണ്ടാകുമ്പോൾ അയാളെ കൂടെ നിൽക്കണം. അയാളുടെ രഹസ്യം ചുഴിഞ്ഞന്വേഷിക്കാൻ പോകരുത്. വീട്ടിൽ ആളില്ലാത്തപ്പോൾ അവിടെ നിങ്ങൾ നിരീക്ഷിക്കുക, ആരെങ്കിലും അവരുടെ വീട്ടിലേക്ക് വരുന്നുണ്ടോ എന്ന് പറഞ്ഞാൽ ആ അയൽക്കാരനുള്ള സ്നേഹം കൊണ്ടോ അയാളെ കെയർ ചെയ്യലല്ല, അവരെന്തെങ്കിലും തോന്യാസം ചെയ്യുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി അതിൽ ആസ്വാദനം കണ്ടെത്തിയിട്ട് ഇങ്ങനെ രഹസ്യം അന്വേഷിക്കുന്ന സ്വഭാവം നമുക്കുണ്ടാകരുത്. എത്രത്തോളം അല്ലാഹു റസൂൽ പറഞ്ഞതറിയോ? അയൽക്കാരന്റെ വീട്ടിലേക്ക് ഇഷ്ടമില്ലാത്തൊരു നോട്ടം വെറുതെ നോക്കിയാൽ അവന്റെ കണ്ണെറിഞ്ഞ് പൊട്ടിച്ചാലും അത് കുറ്റമാവില്ല എന്നാണ് ദീനിന്റെ നിയമം. ഞാൻ പറഞ്ഞത് നാടിന്റെ നിയമമല്ല. നാടിന്റെ നിയമമാണെങ്കിൽ വേറെ കേസിന് പോകേണ്ടി. എങ്ങനെ അവിധാനിതമായി ഇഷ്ടമില്ലാത്ത രീതിയിൽ തന്റെ അയൽക്കാരന്റെ വീട്ടിലേക്ക് ഒളിക്കണ്ണിട്ട് ഇങ്ങനെ നോക്കുമ്പോ ആ നോട്ടം തെറ്റായ നോട്ടമാണെങ്കിൽ അവന്റെ കണ്ണെറിഞ്ഞ് പൊട്ടിച്ചാലും ബുഖാരി തിരിച്ച ഹദീസാണ്, വെറുതെ പറയില്ല, അത് കുറ്റമാവില്ല. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് അത്രയും വളരെ ഗൗരവമുള്ള വിഷയമാണ്. അതിന്റെ കൂട്ടത്തിൽ പറഞ്ഞൊരു വിഷയമാണ് അല്ലെ അയൽക്കാർ തമ്മിൽ ഏറ്റവും പ്രശ്നം വഴി പ്രശ്നമാണ്. അയൽക്കാരൻ തൊട്ടടുത്ത് അയാള് കുറച്ച് സ്ഥലം വാങ്ങി വന്നാൽ അയാളെ വീട്ടിലേക്ക് പോകാൻ 1 ഇഞ്ച് ഭൂമി പോലും വിട്ടുകൊടുക്കാത്ത പിശുക്കന്മാരുണ്ട് അയൽക്കാരായിട്ട്. എത്ര സഹിക്കണം ആലോചിച്ച് നോക്കി. ഇല്ല, എന്താ വിട്ടുകൊടുത്താൽ ഇല്ല, 1 സെന്റ് ഇന്ന് അങ്ങോട്ട് ആ മതിലൊന്ന് പൊളിച്ച് ഇങ്ങോട്ട് നീക്കിക്കൊടുത്താൽ അയാളെ വീട്ടിലേക്ക് പോകാം. പക്ഷെ അത് സഹിക്കാത്ത ആളുകളുണ്ട്. എന്തെന്നായാലും എങ്ങനെ നമ്മൾ അതിന്റെ അയൽക്കാരാകുക? പറയും അല്ല ആചാരാണ് അത്ര നല്ല നീണ്ട താടിയുണ്ട്, ഒരു വഴി വിട്ടുകൊടുക്കാൻ അയാൾ തയ്യാറായില്ലെങ്കിൽ ഇപ്പൊ നമ്മൾ എന്തിനു പറ്റും? പ്രിയപ്പെട്ടവരെ, നമ്മൾ നല്ല അയൽക്കാരെങ്ങനെയാകും? ഇവിടെ ആലോചിച്ചു അല്ലേ? വളരെ ഗൗരവമായി നമുക്ക് തന്ന ഉപദേശങ്ങളുണ്ട്. ആ നിലക്ക് തന്നെ അവന്റെ പ്രയാസങ്ങൾ നമ്മൾ കാണുമ്പോൾ അവന്റെ രഹസ്യങ്ങൾ നാട്ടുകാരോട് പറയാതെ അവനെ ഉപദേശിക്കാൻ നമുക്ക് സാധിക്കണം എന്നൊക്കെയും നമുക്ക് നൽകുന്നുണ്ട്. അതുതന്നെ കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കി തീരുന്നില്ല. ഈ വിഷയം വളരെ നീണ്ടതാണ്. നേരത്തെ പറഞ്ഞതുപോലെ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞ് അത്രയേറെ കടമകളുണ്ട്, കടപ്പാടുകളുണ്ട്. കൃത്യമായി ആ നിലക്ക് നല്ലൊരു അയൽക്കാരനാകാൻ, അയൽക്കാരോട് നല്ലതുപോലെ പെരുമാറാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ് വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ والعاقبة للمتقين ولا عدوان إلا على الظالمين. اللهم صل وسلم على نبينا محمد. اتقوا الله عباد الله. ഞാനൊരു നല്ലൊരു അയൽക്കാരനാണ് എന്ന് മറ്റുള്ളവരോട് നമുക്ക് പറയാം. അത് നമ്മുടെ സ്വയം വിലയിരുത്തൽ, അതിലല്ല കാര്യം. ഞാനൊരു നല്ല അയൽക്കാരനാണ് എന്ന് എങ്ങനെ നമുക്ക് അറിയാൻ കഴിയും? അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, യഥാർത്ഥത്തിൽ നിന്റെ അയൽക്കാരൻ നിന്റെ ത്രാസാണ്. ത്രാസ് എന്ന് പറഞ്ഞാൽ സാധനങ്ങൾ തൂക്കുന്നവയ്ക്കുള്ള സാധനം ത്രാസാണ്, തുലാസാണ്. നിന്റെ കാര്യത്തിൽ വിധി പറയേണ്ടത് നിന്റെ അയൽക്കാരനാണ്. അതുകൊണ്ട് നിന്റെ അയൽക്കാരന്റെ കാര്യത്തിൽ അല്ലാഹുവേ സൂക്ഷിക്കണേ. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരാൾ വന്ന് ചോദിക്കുകയാണ്, റസൂലേ കൈഫലി അൻ അഅലമ ഇദാ അഹ്സൻതു വഇദാ അസൻതു. ഞാൻ എൻ്റെ അയൽക്കാരനോട് നല്ലത് ചെയ്തു, തെറ്റ് ചെയ്തു എന്നെങ്ങനെ മനസ്സിലാക്കാം? ചോദ്യം എന്താ? ഞാൻ എൻ്റെ അയൽക്കാരനോട് ഏറ്റവും നല്ല നിലയിൽ പെരുമാറിയെന്നോ അല്ലെങ്കിൽ മോശമായി പെരുമാറിയെന്നോ എങ്ങനെ മനസ്സിലാക്കാം? അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇദാ സമിഅത ജീറാനക യഖൂലു അൻ ഖദ് അഹ്സൻത ഖദ് അഹ്സൻത. നിന്നെപ്പറ്റി നല്ല അഭിപ്രായമാണ് അവർക്കുള്ളതെങ്കിൽ വൈദാ സമയത്തു ഫഖദ് അഹ്സൻത, നീ നല്ലത് ചെയ്തു. വൈദാ സമയത്തുഹും യഖൂലൂന ഖദ് അസൽത, നീ മോശമാണ് ചെയ്തതെങ്കിൽ
ഇപ്പൊ അവർ നിന്നോട് പറയാണ് അയാൾ ചെയ്തത് ശരിയായില്ല, അയാൾ പോരാ, മോശക്കാരനാണെന്ന് പറഞ്ഞാൽ നീ മോശക്കാരൻ തന്നെ. അതല്ല നമ്മളിങ്ങനെ ആളുകളോട് പറഞ്ഞു തന്നിട്ട് കാര്യമില്ല. അവിടെ കൃത്യമായി അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തരിക. അതാണ് അവിടെ ഗൗരവമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവിടെ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ശക്തമായ ഒരു താക്കീതിൽ ലാ യുഅ്മിനു അഹദുക്കും മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അന്ത്യദിനത്തിലും അല്ലാഹുവിൽ വിശ്വസിക്കുന്നുവെങ്കിൽ ഫലാ യുഅ്ദി ജാറഹു, തന്റെ അയൽക്കാരനെ ബുദ്ധിമുട്ടിക്കാതിരിക്കട്ടെ. മറ്റൊരു ഹദീസിൽ അവൻ വിശ്വാസിയാവുകയില്ല. നമ്മുടെ ഉപദ്രവത്തിൽ നിന്നും അയൽക്കാരൻ സുരക്ഷിതനാകുന്നത് വരെ. അയാൾക്കൊരു പേടി ഉണ്ടായിരുന്നു നമ്മളെ പറ്റി, നമ്മളെ പറ്റി ഭയം ഉണ്ടാകട്ടെ. ആ അവസ്ഥ ഉണ്ടായാലേ നമ്മുടെ ഈമാൻ ശരിയാവൂ, മുഅ്മിനാവൂ എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ഗൗരവമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായി വിശുദ്ധ ഖുർആൻ നമ്മോട് പറഞ്ഞതുപോലെ അയൽക്കാരുടെ കാര്യത്തിൽ, മറ്റുള്ളവരുടെ കാര്യത്തിലൊക്കെ ശ്രദ്ധിക്കുന്നത് പോലെ അത്രയും അതിനേക്കാൾ ഗൗരവമായി അയൽക്കാരുമായിട്ടുള്ള സമ്പർക്കത്തിൽ വളരെ സൂക്ഷ്മത പുലർത്തുകയും ഏറ്റവും നല്ല മാതൃകായോഗ്യനായ അയൽക്കാരനാകാൻ ശ്രമിക്കുക. അല്ലാഹു അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹു നമ്മിൽ നിന്ന് വന്ന പിഴവുകൾ പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മൾ മരിച്ചുപോയ നമ്മുടെ ബന്ധുമിത്രാദികൾക്ക് അല്ലാഹു സ്വർഗ്ഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സാമ്പത്തിക പ്രയാസങ്ങൾ, ശാരീരിക പ്രയാസങ്ങൾ, പല രോഗം കൊണ്ട് വസ്തുതകളുണ്ട്, മാരക രോഗങ്ങൾ, ക്യാൻസർ പോലെയുള്ളവർ, കീമോ, അതിൻ്റെ പല സ്റ്റേജിൽ ശക്തമായി അതിൻ്റെ സൈഡ് എഫക്റ്റ്, അതിൻ്റെ പാർശ്വഫലങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവർ, ഒരു നേരത്ത് ഉറങ്ങാൻ പോലും കഴിയാത്ത രീതിയിൽ വല്ലാതെ പ്രയാസപ്പെടുന്നവർ പലരും വസീയത്തിക്കുന്നു. അല്ലാഹു അവരുടെ വേദന നീ കുറച്ചു വെക്കുന്നു റബ്ബേ, നീ അവർക്ക് ആശ്വാസം നൽകണം അല്ലാഹ്. അവരുടെ വേർപാടിൽ, അവരുടെ ശാരീരിക പ്രയാസം അനുഭവിക്കുന്ന കുടുംബാംഗങ്ങൾക്ക് നീ ശാന്തിയും സമാധാനം അല്ലാഹു നൽകണേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار وأدخلنا الجنة مع الأبرار. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. اللهم أعز الإسلام والمسلمين، اللهم أعز الإسلام والمسلمين، اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار برحمتك يا أرحم الراحمين.